ഹലോ, ഞാൻ കേറ്റി. അതെ അതെ, അമേരിക്കയിൽ നിന്ന് എന്റെ മകൻ പ്ലെയിനിൽ വരുന്നു. ഓ, ഞാൻ പറഞ്ഞിരുന്നുവല്ലേ, മറന്നുപോയി. 10 മണിക്കാ പ്ലെയിൻ. ഡ്രൈവറാണെന്നും പറഞ്ഞിട്ട് നാണം കെട്ടവന് ഞാൻ ഒരു ശമ്പളം കൊടുത്ത് തീറ്റിപ്പോറ്റുന്നുണ്ടല്ലോ, ആ ശവനം മുടക്കി ഇതുവരെ വന്നിട്ടില്ല. വരുന്നുണ്ട്, വരവുണ്ടല്ലേ ഓടിക്കൊഴഞ്ഞ്. ഇന്ന് ഇവനെ ഞാൻ അതൊക്കെ പിന്നെ പറയാം. ശംഭു, നീ കാറെടുക്ക. ശംഭുവല്ല, ഇവനെ ശുംഭനെ വിളിക്കേണ്ടത്. ശുംഭൻ, അതുകൊള്ളാം മുതലാളി. എടോ, താൻ കാറെടുക്കടോ. ആ നിലനില്ലേ കയ്യിൽ കൊടുത്തോണ്ടാണ് എയർപോർട്ടിൽ പോകുന്നത്. എവിടെയാണ് യൂണിഫോം? അത് 1.5 വർഷത്തെ നിരന്തരമായ ഉപയോഗം മൂലം യൂണിഫോം എന്ന് പറയുന്ന ആ സാധനം ഛിന്ന ഭിന്നമായി പോയ കാര്യം ഞാൻ മുതലാളിയെ നേരത്തെ ഉണർത്തിച്ചിരുന്നു. അത് എന്ന് വെച്ച് എന്റെ മുൻ അമേരിക്കയിലോ വരുന്നത്. അവന്റെ ഡ്രൈവർ കയ്യിലെടുത്തോണ്ട് പോയാൽ അതിന് കുറച്ച് ആൾക്കാരാ. മുതലാളിക്ക് അല്ല, അവന്, എന്റെ മോന്. അത് ഞാൻ സമ്മതിക്കില്ല. മതിന്നെ, നീ കാറെടുക്ക. ആ കയ്യിലടിച്ച് മാറ്റി. അപ്പുറത്ത് പോയി മാറ. ഇങ്ങനെ ഒരുത്തൻ. ഇവനെ ഞാൻ വെച്ചിരിക്കില്ല. അധിക പ്രസംഗി. അല്പ ഇറക്കം കുറവാ. ആ, സാരല്ല. ഇത് ചുരുങ്ങിപ്പോയി. ഇറക്കൽപ്പം കുറഞ്ഞാലും നന്നായിരിക്കും. ഇതൊക്കെ മതി. ആ, പിന്നെ എയർപോർട്ടിൽ മോൻ കാറിന്റെ അടുത്ത് വന്നാൽ ഉടനെ നീ സല്യൂട്ട് ചെയ്തേക്കണം. അതെങ്ങനെ? ഇങ്ങനെ. ആ, വണ്ടി എടുക്കണോ? ഇത് നമ്മുടെ പ്ലെയിനാണെന്ന് തോന്നുന്നു. എനിക്കറിയാം, നീ അവിടെ പോയിരിക്കും. ആ, പിന്നെ സല്യൂട്ട് ചെയ്യാൻ മറക്കണ്ട. എന്നെ പഠിപ്പിക്കാൻ പറ്റും. Don't touch me. This is not the place to show all these cheap sentiments. നമ്മുടെ ഡ്രൈവറാ. അറിയാം, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ശംഭു. എനിക്ക് ഓർമ്മയില്ല. വെൽ, സ്റ്റേറ്റ്സിൽ VIP റിസീവ് ചെയ്യുന്ന ഇങ്ങനെയല്ല. ഞാൻ കാണിച്ചു തരാം. സ്ട്രെച്ച് യുവർ ഹാൻഡ്സ് ലൈക്ക് ദിസ്. കീപ് യുവർ ഹെഡ് ഡൗൺ. സോറി. ഓക്കെ. നമ്മുടെ കാർ എവിടെ? പുറത്തുണ്ട്. എന്താ ഇതാ ഇത് തന്നെ. നോൺസെൻസ്. ഈ ചക്രവണ്ടി മാറ്റണമെന്ന് ഞാൻ എഴുതിയിരുന്നു. ക്ഷമിച്ചു മോനെ, പുതിയ കാരണം ബുക്ക് ചെയ്തിട്ടുണ്ട്. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കൾച്ചറൽ പീപ്പിൾ. ഓക്കെ, നമുക്ക് മുന്നിൽ കയറാം. മോൻ സുഖമായി ബാക്കിൽ ഇരുന്നോട്ടെ. ചെല്ലേ ഡ്രൈവർ. ഡോർ തുറന്നു തരാൻ ഞാൻ പറഞ്ഞു തരണോ? ഞാൻ ഈ അമേരിക്കയിൽ പോയിട്ടില്ലാത്തോണ്ട് എനിക്ക് അറിഞ്ഞൂടാ. ആദ്യം കാറിലേക്ക് എന്നെ ആനയിക്കൂ. അല്ല, അത് ഞാൻ പറഞ്ഞു തന്നില്ലേ. സ്ട്രെച്ച് യുവർ ഹാൻഡ്സ് ലൈക്ക് ദിസ്. കീപ് യുവർ ഹെഡ് ഡൗൺ. അമേരിക്ക സ്റ്റൈലുള്ള. പതുക്കെ ഉറപ്പിച്ചാ മതി. ക്രിക്കറ്റ് കളിക്കാനാണ്, പശുക്കളെ കെട്ടാനല്ല. ക്ഷമിക്കണം, എനിക്ക് ഈ കളി അത്ര വശമില്ലാത്തതുകൊണ്ടാ. ഓ, ഇത് കേട്ടാത്തൊന്നും മറ്റു കളികളൊക്കെ വലിയ വശമാണ്. അതൊന്നും പറയണ്ട. സ്കൂളിൽ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ഞാനായിരുന്നില്ലേ. മാധവനെ ഓർമ്മയില്ലേ? എന്താ മാധവനോ? എന്റെ ഡ്രൈവർ എന്റെ പേര് വിളിക്കുന്നു. നമ്മളൊക്കെ ഒന്നിച്ച് പഠിച്ചതല്ലേ. എന്ന് വെച്ചാൽ അപ്പനക്കറി കളിയാന്ന് വിളിക്കോ? അപ്പനക്കറി അച്ഛാന്ന് വിളിക്കാമല്ലോ. സാറേ എന്ന് വിളിക്കണം. പിന്നെ ആര് പറഞ്ഞു ഞാൻ മാധവനാണെന്ന്? MA ധവാൻ, അതാ ഇപ്പൊ എന്റെ പേര്. ധവാൻ സാർ എന്ന് വിളിക്കണം. പേര് മാറി വിവരം ഞാൻ അറിഞ്ഞില്ല സാറേ. പേര് മാത്രമല്ല, അടിമുടി മാറി. ഒന്നിച്ച് പഠിച്ച കാര്യമൊന്നും ഇനി മിണ്ടരുത്. അതെനിക്ക് കുറച്ചല്ല. താഴേക്കിടയിലുള്ള ഒരു തൊഴിലാളി മേലേക്കിടയിലുള്ള ഒരു മുതലാളിയോട് എങ്ങനെ പെരുമാറുന്നോ അതേപോലെ പെരുമാറിയാൽ മതി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ബാറ്റിംഗ് തുടങ്ങുകയാണ്. ബൗൾ ചെയ്തോളൂ. ഇതെങ്ങോട്ടാ എറിയേണ്ടത്? ഈ കുറ്റി ലക്ഷ്യമാക്കി എറിഞ്ഞോളൂ. ഞാൻ പന്തടിച്ച് ദൂരെ പായിക്കും. ഇവിടുന്നല്ല, ഞാൻ കാണിച്ചു തരാം. ഈ കുറ്റിയുടെ അടുത്തുനിന്ന് ഇങ്ങനെ ബൗൾ ചെയ്യണം, അല്ലാതെ മാങ്ങ കറിയുന്ന പോലെയല്ല. യെസ്, ദാണ്ട് ഒരു കുറ്റി താഴെ കിടക്കുന്നു. അത് 2 മതി. യെസ്, 1 2
അയ്യോ അങ്കിൾ ആന്റി എല്ലാരും വരൂ. എന്നെ വിളിച്ചോ അങ്കിൾ? ഒന്നുകൂടെ വിളി, ഒന്നുകൂടെ വിളിക്കൂ. ആന്റിയെ കൂടെ വിളിക്കൂ. എന്താ കുഞ്ഞെ വിശേഷിച്ച്? അങ്കിൾ ആന്റിയെ കൂടെ ഒന്ന് വിളിക്കണം, പറയാം. തങ്കം തങ്കം നമ്മളോട് എന്തോ പറയാനുണ്ടെന്ന്. എന്നോട് ക്ഷമിക്കണം എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. ഞാനും എന്റെ ഡ്രൈവറും കൂടെ ഇവിടെ കുറച്ചു ദിവസമായിട്ട് ഒരു നാടൻ കളിക്കായിരുന്നു, വെറും ഒരു തമാശയ്ക്ക് വേണ്ടി, ഫോർ ഹൊറർ. പക്ഷേ എന്റെ ഡ്രൈവർ തമാശ മറന്ന് സീരിയസ് ആവാൻ തുടങ്ങിയിരിക്കുന്നു. കണ്ണിനെ കയം കാണിക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. വെൽ, ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഇന്റീരിയർ ഡെമോക്രേഷൻസ് അതിവിടെ സംഭവിച്ചിരിക്കുന്നു. അമേരിക്കയിൽ നിന്ന് വിദ്യാഭ്യാസം നേടി വന്ന KT നായരുടെ മകൻ ഞാനാണ്. അത്രേ ഉള്ളൂ. നേരത്തെ അറിയാല്ലേ? എനിക്കറിയാം. ശോഭ എന്നോട് പറഞ്ഞു. പക്ഷേ അഭിനയിക്കാൻ വന്ന എന്റെ ഡ്രൈവർ അഭിനയം മറന്ന് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനെ നീട്ടിക്കൂടാ. പ്ലീസ് ഡോണ്ട് ലെങ്തൻ ഇറ്റ്. ഞാൻ തുറന്നു പറയാൻ ഐ എം ഫ്രാങ്ക്ലി സ്പീക്ക്. അവൾ എന്റെയും ശോഭയുടെയും വിവാഹം നാളെ തന്നെ നടത്തണം. നാളെയോ? നാട്ടുകാരോടും വീട്ടുകാരോടും വേണ്ട. പറയണ്ടേ? ഒരുപക്ഷെ ഇതറിഞ്ഞാൽ വിവാഹം നടന്നില്ലെന്ന് വരും. എന്റെ അച്ഛനും അമ്മയും പോലും ഇത് അറിയരുത്. എല്ലാവരെയും നമുക്കൊന്ന് അമ്പരപ്പിക്കണം. അയ്യോ, അത് കഷ്ടമല്ലേ? അതെ, കഷ്ടമാണ്. പക്ഷേ ഈ വിവാഹം നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ഇതറിയാൻ പാടില്ല. നമുക്ക് രഹസ്യമായി രജിസ്റ്റർ ചെയ്യാം. അത് സർദാർ കൃഷ്ണക്കുറുപ്പിന് നാണക്കേട. നേതാജി ക്ലബിലെ എല്ലാ മെമ്പേഴ്സും അറിയാതെ പറ്റില്ല. ആ കോമക്കുറുപ്പ് ഞെട്ടണം. എന്റെ മകൾ അമേരിക്കൻ പയ്യനെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യമറിഞ്ഞ് അവൻ നീറി പുകയണം. പുകയ്ക്കാം. 3 days time. ഞാൻ 3 ദിവസം സമയം തരാം. 4-ാം ദിവസം രാവിലെ സൺറൈസിൽ മാരേജ് നടന്നിരിക്കണം. ആ ഡ്രൈവറെ ഇന്ന് എന്നെ ഔട്ട് ഹൗസിലേക്ക് മാറ്റണം. മാറ്റും. നീ എന്നെ ഔട്ട് ഹൗസിലേക്ക് മാറ്റുമല്ലടാ? മാറ്റോടാ. നീ എന്നെ ആൾക്കാരെ വിട്ട് തല്ലിച്ചല്ലേ? തല്ലിച്ചോ? കളി അവിടം വരെ ആയോ? ആന്റി, പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും. നീ അമേരിക്ക പോയിട്ടുണ്ടെങ്കിൽ ധൈര്യമായി പറയടാ. നീ അമേരിക്കയിൽ എവിടെയായിരുന്നു? അത് പിന്നെ അമേരിക്കൻ ജംഗ്ഷനിൽ. അമേരിക്കൻ ജംഗ്ഷൻ പോലും അമേരിക്കയിൽ അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല. എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്? അമേരിക്കൻ ജംഗ്ഷനില്ല പോലും. ജംഗ്ഷനില്ലാത്ത നാടുണ്ടോ? മണ്ടൻ കുടാപ്പി, നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. അങ്കിൾ, ഇവനാണോ അമേരിക്ക, ഞാനാണോ അമേരിക്ക എന്ന് ഞാനിത് തെളിയിക്കും. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ DC to Miami Beach? How many kilometers from Washington DC to Miami Beach? I am the answer. Kilometers and kilometers. In these days of degenerating decencies of Miami Beach to Washington, when diplomacy and bureaucracy become interchangeable from complicated America to America. Stop it. See, uncle, അമേരിക്കയിൽ പോയി എന്ന് അവകാശപ്പെടുന്ന ഇവന് ഇംഗ്ലീഷ് ഗ്രാമർ പോലും അറിയില്ല. He doesn't know the basics of English grammar. അമേരിക്ക ഗ്രാമർ ഇല്ലടേ. You talk too much. I'll kick your face and get out. You talking nonsense in the house of my wife, mother and father. Uncle, send him out. Out house, go away. Go away, stupid. In the house of my wife and daughter, you will not see any minute of that today. ഇറങ്ങി പോടാ. അവനെ പറഞ്ഞു വിടണ്ട. അവൻ ഔട്ട് ഹൗസിൽ താമസിക്കുന്നത്. No sorry of this. Just believe. Get out house. Out.